ഇന്ത്യയിൽ ഒരു കൗൺസിലറായി ജയിക്കണമെങ്കിൽ ഭദ്രമായ മാനസിക നില വേണം. പക്ഷേ ഗവർണറാകാൻ 35 വയസ്സ് മാത്രം പ്രായമായാൽ മതി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അപ്പോൾ അതൊന്ന് ഭേദഗതി ചെയ്താൽ നന്നായിരിക്കും, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ആ, വലിയ രീതിയിലുള്ള ഷോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ മിഠായി തെരുവിൽ പോയി സുരക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി അലുവ മുറിച്ച് തിന്നുക, ഈ കുട്ടികളെ അവരുടെ അനുവാദമില്ലാതെ എടുത്തുയർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികളിൽ ചില ഞൊടുക്ക് വിദ്യകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ആ, ചില സിനിമകളിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ ഒരാളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് പോയി കുട്ടികളെ എടുക്കുക, എന്നിട്ട് ഷോ കാണിക്കുക. അത് ആ നിലയിലുള്ള ഒരു ഞൊടുക്ക് വിദ്യകൾ മാത്രമാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കൂ, ആം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളത് ഒന്നും മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അടുത്ത 8 മാസത്തിനുള്ളിൽ ഒരു ടേം കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഗവർണറായി വേണം. അതല്ല എങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഉത്തർപ്രദേശിൽ ഒരു ലോക്സഭാ സീറ്റ് വേണം. ഉത്തർപ്രദേശിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം 2024 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകാൻ കഴിയണം എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ആകെ ഒരു രാജസ്ഥാനിലെ ഒരു സീറ്റായിരുന്നു ഒരു മുസ്ലിമിന് BJP ആകെ കൊടുത്തിരുന്നത്. അതുപോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ 403 സീറ്റുകളുണ്ടല്ലേ, 403-ൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ ആഗ്രഹം എന്ന് പറയുന്നത് അത് വൃഥാവിലാവും എന്ന് അദ്ദേഹത്തിന് മലയാളം അറിയില്ല, പക്ഷേ ആരെങ്കിലുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തേക്കണം എന്ന് മാത്രമേ എനിക്ക് ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പറയാനുള്ളൂ. ഇന്നത്തെ ഒരു ഷോ കൊണ്ട് പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നും നേടിയില്ല. പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ SFIക്ക് പുറമെ MSFും പ്രസ്താവന കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ആ ഷോ പറയുന്നത് ഇത് കേരള വേഴ്സസ് RSS എന്ന നിലയിലേക്ക് ഈ സമരം വിപുലീകരിക്കുമെന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ KSUവിനാണെങ്കിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കാണെങ്കിലും ഈ വിഷയത്തിൽ രംഗത്തിറങ്ങാതിരിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ 2, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരോടും ചോദിക്കാതെയും പറയാതെയും ഒക്കെ തന്നെയും സിറ്റിയിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് വലിയ വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പോകുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു അകമ്പടി വാഹനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് വലിയ നിലയിൽ ഈ ഇത്തരം ദുഷ്ചെലവിനെക്കുറിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യം വരുമ്പോഴേക്കും ആ നിലയിലുള്ള ചർച്ചകളൊന്നും കാണുന്നില്ല എന്നുള്ളതൊന്ന്. 2, ചേവായൂരിൽ മിഠായി തെരുവിൽ സന്ദർശനത്തിന് സമയത്ത് ഒരാൾ കുഴഞ്ഞു വീണ് ചികിത്സയിലിരിക്കെ മരിച്ചു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. ഒരു ചേവായൂരിലെ അടിയോടി എന്ന് പറയുന്ന ആൾ കോഴിക്കോട് ബീച്ച് സന്ദർശനത്തിനിടെയാണോ സർ കുഴഞ്ഞു വീണത്? ആ സമയത്തായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. വൈകി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ എന്നുള്ള വാർത്തകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഒരു സ്റ്റേറ്റ് ഹെഡ് ഇവിടെ മുട്ടായി തെരുവിൽ അലുവ തിന്നാൻ വരുന്ന സമയത്ത് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കട്ടെ എന്നല്ലേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഇത് ഒരു 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 വല്ലാത്ത അഭ്യാസ പ്രകടനമായിപ്പോയി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ. ഇത് ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേറ്റിനെ കുറിച്ച് എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നെ സംബന്ധിച്ച് നല്ല വ്യക്തത അദ്ദേഹത്തിൻ്റെ ബ്ലഡി കണ്ണൂർ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അദ്ദേഹത്തിന് പോലീസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. അദ്ദേഹം കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദിൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ്. എൻ്റെ ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഭദ്രമായ മാനസിക നിലയുള്ള ആൾ, 35 വയസ്സ് തികഞ്ഞ ആൾ എന്ന നിലയിലേക്ക് ഗവർണർ നിയമനം വേണം എന്നുള്ളതാണ് എൻ്റെ ബേസിക് സ്റ്റേറ്റ്മെൻറ്റ്. ശരി, ശ്രീ ആൻഡ് അഗസ്റ്റിൻ. കേരളത്തിൻ്റെ തലവൻ എന്ന നിലയ്ക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കും ഗവർണർക്ക് കേരളത്തിലെ എവിടെയും Meet the editors.